ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സാധാ പാൻറ്റാണ് വെട്ടുന്നത്. ഒരു സാധാ ഞുറിയിട്ട പാൻറ്റാണ്. അതിന് ഞാൻ വീതിയുള്ള 41 ഇഞ്ച് വീതിയുള്ള 1.5 മീറ്റർ തുണിയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് അളവെടുത്ത് കാണിക്കാം. ഇതിൻ്റെ പട്ടയെന്ന് പറയണത് 10 ഇഞ്ച് പട്ട എടുക്കുകയാണ്. 10 ഇഞ്ച് എന്ന് പറയുമ്പം നമുക്ക് 8 ഇഞ്ച് മതി. 2 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് നൂലിടാൻ വേണ്ടിയിട്ട് മടക്കി തയ്ക്കാൻ 2 ഇഞ്ച് ഇട്ടിട്ട് ബാക്കി 8 ഇഞ്ച്, അങ്ങനെ മൊത്തത്തിൽ 10 ഇഞ്ച് പട്ട എടുക്കുകയാണ്. 10 ഇഞ്ച് വെച്ച് പട്ടയ്ക്ക് ബാക്കിയുള്ളത് നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് എടുക്കാം. 41 ഇഞ്ച് വീതിയുള്ള തുണിയാണിത്. ബാക്കി 31 ഉണ്ട്, അത് മതി. 31 ഇഞ്ച്. അതിൽ നമുക്ക് ബോട്ടം വരുന്നത് 7 ഇഞ്ച് മതി. 7 ഇഞ്ച് ബോട്ടം. ഇവിടെ ഈ പട്ട വെട്ടിയിട്ട് ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് വേണ്ടത്, സൈഡിൽ നിന്ന് നമുക്ക് ഒരു 8 ഇഞ്ച്. സാധാ പാൻറ്റാണ്. സാധാ പാൻറ്റ് സാധാ അളവാണ്. ഡബിൾ എക്സെല്ലൊക്കെ ഇടാൻ പറ്റിയ പാൻറ്റാണ്. ഈ 8 നിന്ന് നമുക്ക് 7 8 നിന്ന് 7 ഇങ്ങനെ വരയ്ക്കാം. വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്യാം. ബോട്ടം ഇവിടെ മടക്കിന് അതിന് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് സൈഡിൽ കട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ പട്ട വെട്ടി മാറ്റാം. പട്ട വെട്ടി മാറ്റി ഇതിൽ ഇത്രയും പട്ടയുടെ തുണ്ടാണ്, നമുക്ക് അത്രയും ആവശ്യമില്ല. ഒരു 50 ഇഞ്ച് മതി. ഇപ്പോൾ 60 ഇഞ്ചോളം ഉണ്ട്, അത്രയും വേണ്ട. 50 ഇഞ്ച് മതി. അതിന് 45,000 മതി. ഇതിൽ ഡബിൾ എക്സലിനൊക്കെ 50. പട്ടയായി കഷ്ണത്തെ കാലം വെട്ടിയെടുത്ത് ഇനി നമുക്ക് തയ്ക്കാം. ഇനി ഓപ്പൺ ഇടാം. ഒരു 2 പട്ട രണ്ടും കൂടെ ഇങ്ങനെ രണ്ടായിട്ട് 2 തുമ്പും കൂടെ മടക്കി ചേർത്ത് ഇങ്ങനെ തയ്ക്കുകയാണ്. ഒരു 5 ഇഞ്ച് താഴ്ത്തി മടക്കി തയ്ച്ചാൽ മതി. മടക്കി തയ്ക്കണ്ട. രണ്ട് കൈയിൽ തയ്ച്ച് വേണം. ഇങ്ങനെ രണ്ടായിട്ട് എടുത്ത് ഈ സ്ലിറ്റ് നമ്മൾ ചുരിദാർ ടോപ്പിൻ്റെ സ്ലിറ്റ് അടിക്കും പോലെ ഒരു തല അപ്പുറത്തോട്ട് മടക്കി ഒരു തല ഇപ്പുറത്തോട്ടം വെച്ച് ഇങ്ങനെ എടുക്കും.
ഇനി നമുക്ക് പട്ട മടക്കി തച്ചിട്ടുണ്ട്, നൂലിടാനുള്ള പട്ട മടക്കി തച്ച്. ഇനി ഇതിനെ നമുക്ക് അടുത്തത് ഇങ്ങനെ തച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ബാക്കിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോണം ഞുറിയെടുക്കാം. നടുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മുമ്മശത്ത് തയ്യലിൻ്റെ തുമ്പുണ്ട്, ബാക്കിൽ ഇങ്ങനെ മടക്കി തച്ചോണം. ഇനി നമുക്ക് ബോട്ടം 1 ഇഞ്ചിന് മടക്കി ഇങ്ങനെ തയ്ക്കണം. നെയ്ത്തുള്ളത് കൊണ്ട് 2 മടക്ക് മടക്കണം, അല്ലെങ്കിൽ 2 മടക്ക് 1 മടക്ക് മടക്കി. ഇതിങ്ങനെ ഇങ്ങനെ മടക്കി സൈഡ് ചേർത്തടിക്കും. കടിച്ചോളണം, ഇങ്ങനെ കടിച്ച് നമ്മൾ 8 ഇഞ്ച് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി വെട്ടി 8 ഇഞ്ചിൻ്റെ അതുവരെ തച്ചെടുക്കും. 2 കാലും ഇതുപോലെ തച്ചെടുക്കും. ഇങ്ങനെ അടിയിൽ പട്ട തച്ച് ഈ സൈഡിൽ കൂടെ ഇതുവരെ അടിച്ച് വെച്ച് ഇത്ര നമ്മൾ ആ 8 ഇഞ്ച് വിട്ടിട്ട് അതുവരെ തച്ച് വെച്ച് അങ്ങനെ 2 കാലും ചേർത്ത് തച്ച്. ഇനി നമുക്ക് 2 കാലും കൂടെ യോജിപ്പിക്കാം. ഇത് ഇങ്ങനെ തച്ച് വെച്ചിട്ട് രണ്ടിൻ്റെ നല്ല വശം ഒപ്പം വയ്ക്കണം. രണ്ടിൻ്റെ നല്ല വശം ആ തയ്യൽ 2 തയ്യലും ഒത്ത് നടുക്ക് വെച്ചോണ്ട് നമ്മളിങ്ങനെ പിടിച്ച് മേളിൽ നിന്ന് തച്ച് പോകാം. ഇനി ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് കാല് 2 ചേർത്ത് തച്ച് നമുക്കിനി ഇതാണ്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് നോക്കി സൈഡിൽ ഒരു മാർക്ക് ചെയ്തോണം, എന്നാലും ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ മാർക്ക് ചെയ്തോണം. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ മിച്ചമുള്ള തുണിയിൽ മിച്ചമുള്ള ഞുറിഞ്ഞെടുക്കാനായിട്ടാണ് അത് നമ്മൾ എടുക്കണം. ഇനി ഇത് പട്ട തച്ച് വെച്ചിരിക്കുന്നു, അത് ഇതിൻ്റെ മുൻവശം നടുക്കാണ്. ഇനി അത് അതിൻ്റെ ബാക്കും കൂടെ നമ്മളെടുത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തോണം. എന്നിട്ട് ഇത് മടക്കി സൈഡിൽ വരണം, അതിൻ്റെ അവിടെ കൂടെ ഒന്ന് മാർക്ക് ചെയ്തോണം. എന്ന് പറയുന്നത് നമുക്ക് മിച്ചമുള്ള തുണി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അറിയാനാണ് ഇങ്ങനെ സൈഡിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് തച്ച് കൊടുക്കാം. വയ്ക്കുമ്പം രണ്ടിൻ്റെയും നല്ല വശം ഒപ്പം വയ്ക്കണം. ഇതാ ഫ്രണ്ട് പീസാണ്, നല്ല വശമാണ്. ഇത് ഇതിൻ്റെയും നല്ല വശം പട്ട
2 പീസാകുമ്പോൾ തയ്ക്കണം. ഈ സൈഡ് പീസ്, രണ്ടിൻ്റെ സൈഡ് പീസ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നിടത്ത് നോക്കണം. ഇവിടെ ഇതാണ് മാർക്ക്. ഇതിൽ ഇത്രയും വ്യത്യാസമുണ്ട്. അത് ഇത്രയും നമ്മൾ ഞുറിഞ്ഞെടുക്കണം ഫ്രണ്ടിൽ. അതിനാണ് ആ മാർക്ക് ചെയ്തേക്കുന്നത്, നമുക്കറിയാൻ വേണ്ടി. ഒരു ചെറിയ മുറി കൊണ്ട് എടുക്കാം. ഫ്രണ്ടിൽ ഇതാ ഈ ഞൊറി ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഈ നടുക്ക് തയ്യൽ വരണ ഭാഗം നമ്മുടെ ഇവിടുത്തെ മാർക്കും കൂടെ ഒപ്പമാണെന്ന് നോക്കണം. ഇത് നമ്മൾ ഫ്രണ്ട് തയ്ച്ചുകൊണ്ട് വന്ന് ഇനി നമ്മൾ ബാക്കാണ് തയ്ക്കേണ്ടത്. അപ്പോൾ ഈ വെട്ട് മാർക്ക് ചെയ്തേക്കുന്നിടത്ത് ആ മിച്ചമുള്ള തുണിയെല്ലാം നമ്മളിങ്ങനെ ഞുറിഞ്ഞെടുക്കും. ഇങ്ങനെ ഞുറിഞ്ഞെടുക്കും. ബാക്കി ഇപ്പുറത്തോട്ട് ബാക്കിയുള്ളതും ഞുറിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ തയ്യൽ ഈ സൈഡിൽ ഒപ്പം വരണത് വരെ നമ്മൾ ആ ഫ്രണ്ടിൽ ബാക്കിലും ഒക്കെ ഞുറിഞ്ഞെടുക്കണം. അപ്പോൾ കറക്റ്റ് എല്ലാം കറക്റ്റായിരിക്കുന്നത്. ഇതാ ഇവിടെ ശകലം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് അടഞ്ഞെടുക്കാം. ബാക്കി ഇങ്ങനെ അത്രയും തയ്ച്ച് വരുമ്പോൾ ഇതിൽ ഇത്രയും തുണിയുണ്ട് മിച്ചം. അതിൽ നമുക്ക് ഫ്രണ്ട് പട്ട ആദ്യം തുടങ്ങിയെടുത്താണ് അവിടെ ബാക്കിയുള്ളത് മുറിഞ്ഞു കൊടുക്കാം. അതിൻ്റെ തയ്യൽ കഴിഞ്ഞ് 2 തയ്യൽ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് മറിച്ചിടാം. അങ്ങനെ നമ്മളെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.